കാർത്തിക, മൂലം, ഉത്രാടം, മകയിരം എന്നിങ്ങനെയുള്ള 4 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് മാത്രമല്ല, ഇത് സംഭവിക്കുമോ എന്നുള്ള സംശയത്തിൻ്റെ പോലും ആവശ്യം ഈ നക്ഷത്രക്കാർക്കില്ല. അപ്പോൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കുന്നത് വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ടാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും സ്വാധീനം ചെലുത്തുന്ന നക്ഷത്രക്കാരായി വരുന്ന വ്യക്തികൾക്ക് വളരെ അത്ഭുതകരമായ ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് കാർത്തിക, മൂലം, ഉത്രാടം, മകയിരം എന്നിങ്ങനെയുള്ള 4 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഉദയം കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ മാറ്റങ്ങൾ വരുത്തുവാൻ പോകുന്നത് 2025 ജൂലൈ മാസം 9-ാം തീയതിയോടെ ആയിരിക്കും. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും ജീവിതത്തിൽ നേട്ടവും വളരെ വലിയ ഉയർച്ചകളും നിങ്ങൾക്ക് കൈയെത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു സമയവുമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഉദയത്തോടെ വന്നെത്തുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായി ജൂലൈ 9-ാം തീയതി വ്യാഴത്തിൻ്റെ ഉദയം സംഭവിക്കുന്ന സമയത്ത് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു മേഖല നിങ്ങളുടെ കർമ്മ മേഖല തന്നെയായിരിക്കും. അതായത് നിരവധി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെ മികച്ച തരത്തിലുള്ള ഒരു ഉയർച്ച കാണുവാനും കഴിയും. അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴുള്ളതിനേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ഈ ജൂലൈ മാസം 9-ാം തീയതി വ്യാഴത്തിൻ്റെ ഉദയം സംഭവിക്കുന്നതോടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിരവധി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പുതിയ ജോലി കണ്ടെത്തി പോകുവാനും അതുപോലെ തന്നെ ആ ജോലി നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ ഉയർച്ചകളിലേക്ക് എത്തിക്കുവാനും പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ജൂലൈ മാസം 9-ാം തീയതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊക്കെ കാര്യതടസ്സങ്ങളാണോ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിലനിൽക്കുന്നത്, അതിനെ ഒന്നും പറ്റി ചിന്തിച്ച് നിങ്ങൾ മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമേയില്ല. അതുപോലെ തന്നെ നിരവധി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പുതിയ ജോലി കണ്ടെത്തി പോകുവാനും അതുപോലെ തന്നെ ആ ജോലി നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ ഉയർച്ചകളിലേക്ക് എത്തിക്കുവാനും പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ജൂലൈ മാസം 9-ാം തീയതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊക്കെ കാര്യതടസ്സങ്ങളാണോ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിലനിൽക്കുന്നത്, അതിനെ ഒന്നും പറ്റി ചിന്തിച്ച് നിങ്ങൾ മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങൾക്ക് എത്ര വലിയ കടബാധ്യതകളുള്ളവരാണെങ്കിലും
അതിനെല്ലാം ഒരു ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഉയർച്ചകൾ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് വന്നെത്തുവാൻ പോകുന്നത്. ഈ ഉയർച്ചകളെല്ലാം കാർത്തിക നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരോഗ്യസ്ഥിതിയിലും വരെ വളരെ മെച്ചപ്പെട്ട അവസ്ഥകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ ഉദയം വളരെയധികം ഭാഗ്യമായി വരുന്നത് കൊണ്ട് 2025 ജൂലൈ മാസം 9-ാം തീയതിയോടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും കരസ്ഥമാക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഒരു പരിധി വരെയുള്ള എല്ലാ ആളുകളും ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി ഒരു ഉന്നമനവും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെയും കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാത്ത അവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാനുള്ള സമ്പാദ്യം പോലും നിങ്ങളുടെ കയ്യിലില്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പല വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് നിങ്ങളിലേക്ക് വളരെ അപ്രതീക്ഷിതമായ ധനവരവുണ്ടാവുകയും ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതിൽ എടുത്തു പറയേണ്ടത് കുഞ്ഞുങ്ങളുടെ പുനർപഠനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാതെ വളരെയധികം മനസ്സ് നീറി ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന മൂലം നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പണം നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുകയും കുട്ടികളുടെ പഠന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം കൈവരികയും ചെയ്യും. അതുപോലെ തന്നെ സർക്കാർ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെ ഉദയത്തോടെയുള്ള ഈ ഒരു സമയം ഏറ്റവും അധികം ഗുണകരമായിരിക്കും. അതായത് സർക്കാർ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ജോലിയിൽ നിന്ന് ബോണസുകളും നിങ്ങളിലേക്ക് ധനവരവുകളും ഉണ്ടാവുകയും അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമെന്നോണമുള്ള ചില വിജയങ്ങൾ കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങൾക്ക് ഈ ജൂലൈ മാസം 9-ാം തീയതി വ്യാഴത്തിൻ്റെ ഉദയത്തോടെ ഏറ്റവും ഗുണകരമായ സമയമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി മൂന്നാമതായി വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ജീവിതത്തിൽ ചില വലിയ രീതിയിലുള്ള കാര്യതടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ട് വരുന്നുണ്ട്. എന്നാൽ അത് എത്ര കാഠിന്യമേറിയ പ്രശ്നമാണെങ്കിലും ഈ വ്യാഴത്തിൻ്റെ ഉദയം നിങ്ങൾക്ക് മഹാഭാഗ്യമായാണ് വരുന്നത്. പ്രത്യേകിച്ച് ചില നിയമകുരുക്കുകളിലും ചില വസ്തു സംബന്ധമായ പ്രശ്നങ്ങളിലുമൊക്കെ പെട്ടിരിക്കുന്ന ചില ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പോലും അറിയാത്ത തരത്തിൽ ഈ പ്രശ്നങ്ങളുടെ പരിഹാരം കാണുവാൻ ഈ ജൂലൈ മാസത്തോടെ കഴിയും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വളരെ കാലങ്ങളായി മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നിട്ടും ചില തടസ്സങ്ങൾ കൊണ്ട് നടക്കാതിരുന്ന ചില ദൂരയാത്രകൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ ചെയ്യുവാനും ഇത് നിങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണം എന്നതുപോലെയുള്ള സന്തോഷം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്
ഈ വ്യാഴത്തിൻ്റെ ഉദയം നിങ്ങളിലേക്ക് ചില സാമ്പത്തിക വഴികൾ വരുവാൻ ഇടയാക്കുന്നതിനാൽ തന്നെ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ചെടുക്കുവാനും അതുപോലെ പുതിയതായി വീട് പണി ഇനി തുടങ്ങുവാനിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളരെ ശുഭകരമായ ഫലങ്ങളായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് സംഭവിക്കുന്നത്. മാത്രമല്ല ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഇനി അവസാനമായി വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് ഈ ജൂലൈ മാസം 9-ാം തീയതിയോടെ ജീവിതം തന്നെ മാറിമറിയുന്ന തരത്തിലുള്ള ഗുണകരമായ നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ മനസമാധാനവും സന്തോഷവും ഇരട്ടിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുകയും മകയിരം നക്ഷത്രക്കാരുള്ള ഭവനങ്ങളിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഉദയത്തോടെ വന്നെത്തുന്നത്. പ്രത്യേകിച്ച് മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് ഇത് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും. മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹ തടസ്സം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുകയും നിങ്ങളുടെ വിവാഹം ഈ വ്യാഴത്തിൻ്റെ ഉദയത്തോടെ വളരെയധികം മംഗളകരമായി നടക്കുവാൻ പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ മകയിരം നക്ഷത്രക്കാരുടെ കർമ്മ മേഖലയിലും നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലും ഒരു അത്ഭുതം എന്ന തരത്തിലുള്ള ചില ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമായിരുന്നാലും അതിൽ നിന്നെല്ലാം വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയം കാണുവാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് ഇത് നിങ്ങളെ കൊണ്ടെത്തിക്കുവാനും പോവുകയാണ് എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം വന്നെത്തുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലമാണ് തുടങ്ങുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.